രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിലേക്ക് പോലും വരുന്നില്ല. മറുപടി പറയാനുള്ള ഭയമാണോ അല്ല ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണോ എന്നറിയില്ല. ഏതായാലും ഭയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയെ ചൊല്ലി പാർലമെൻറ്റിനകത്തും പുറത്തും നടക്കുന്ന വലിയ പ്രതിഷേധം ഈ രാജ്യത്തെ തന്നെ BJPയുടെ അടിത്തറ ഇളക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ഫലം പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതോടെ കൂടുതൽ ശക്തരായ പ്രതിപക്ഷം പ്രതിഷേധം പാർലമെൻറ്റിൽ ശക്തമാക്കി ഈ രാജ്യം മുഴുവൻ ഒറ്റയടിക്ക് ശ്രദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. BJPയുടെയും സംഘപരിവാറിൻ്റെയും ഇരട്ടത്താപ്പ് അവിടെ ചർച്ചയാകുകയും ചെയ്തൊരു സംഭവമായിരുന്നു പാർലമെൻറ്റിന് പുറത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ സംഭാവന സ്വീകരിച്ചുള്ള ഒരു പ്രതീകാത്മക സമരം എന്ന് പറയുന്നത്. അതൊരു കൊടുങ്കാറ്റായി മാറിയതോടെ അതിനെതിരെ BJP എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതോടെയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും വിഷയത്തിൽ പോർമുഖം കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അതോടെ അയോധ്യയിലെ ഭഗവാന്റെ മുതൽ കൊള്ളയടിച്ചത് എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. സംഘപരിവാറിൻ്റെ ആളുകളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഇത്രയും വലിയ ഒരമ്പലക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്ന് പറയേണ്ടതില്ല. പക്ഷേ BJP ഒരക്ഷരം മിണ്ടുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും സമരം ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുകയും ചെയ്യുന്ന സംഘപരിവാറുകാർക്ക് അയോധ്യയിലെ ദൈവത്തെ കൊള്ളയടിച്ചതിൽ യാതൊരു കുഴപ്പവുമില്ല. അയോധ്യയിലെ ശ്രീരാമനെ തന്നെ പറ്റിക്കുന്നവർക്കൊപ്പമാണ് അമിത്ഷാ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പിന്മാറ്റത്തിൽ നിന്ന്. അതൊക്കെ ഭയന്ന് ഒരു ആഭ്യന്തരമന്ത്രി വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നാണക്കേട് വേറെയില്ല. അതുകൂടാതെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേർക്കുണ്ടായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ നേരിട്ടെത്തി മറുപടി നൽകണമെന്ന മുദ്രാവാക്യം ലോകസഭയിൽ പ്രതിപക്ഷം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരാഴ്ചയിലധികമായി ഇരുസഭകളിലും നിന്ന് വിട്ടുനിൽക്കുന്ന അമിത്ഷാ ഈ നിമിഷം വരെ എത്തിയില്ല എന്നുള്ളത് BJPയെ തന്നെ ഏറെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. ഒളിച്ചിരിക്കുന്ന അമിത്ഷായുടെ പേരിലുള്ള ബഹളം കാരണം തുടർച്ചയായി മുടങ്ങുന്ന സഭയിൽ ഇതിനകം 5 സുപ്രധാന ബില്ലുകളാണ് നിമിഷനേരം കൊണ്ട് പാസാക്കിയെടുത്തത്. ഇതിൽ ചർച്ച നടന്നതാകട്ടെ പരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ശിക്ഷ കർശനമാക്കൽ ബില്ലിൽ മാത്രം. ഈ രാജ്യം മുഴുവൻ പരീക്ഷാ ചോർച്ചയും അയോധ്യ കൊള്ളയും നിറഞ്ഞു നിൽക്കുമ്പോഴും എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റേത് എന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിലേക്ക് വരുന്നില്ല. ഇത് ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ. മോദിയുടെ വലങ്കൈ എന്നും രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട പാർലമെൻറ്റിലേക്ക് തന്നെ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് തോറ്റു പിന്മാറുന്നതിൻ്റെ ലക്ഷണമാണ്. BJPയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ചതിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന എത്രയോ പാവം വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ നടത്തിയ ധർമ്മസമരത്തിന് നേരെ വെടിയുതിർത്തതിന് സമാധാനം പറയേണ്ടത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഈ രാജ്യം ആഗ്രഹിക്കുന്നത് മന്ത്രിയുടെ മറുപടിയാണെങ്കിൽ അത് നൽകണം. അല്ലെങ്കിൽ രാജ്യം ആഗ്രഹിക്കുന്നത് മന്ത്രിയുടെ രാജിയായിരിക്കും. ഈ രാജ്യത്തുള്ളത് അതിന് കെൽപ്പുള്ള ജനങ്ങളാണെന്നും മോദിയും അമിത്ഷായും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭയമാണ് പാർലമെൻറ്റിൽ പോലും വരാതിരിക്കാൻ അമിത്ഷായെ പ്രേരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഉത്തരവാദിത്തം മറന്ന് വരാതിരിക്കുന്നതിനേക്കാളും നല്ലത് രാജി തന്നെയാണ്.